കൊറോണ വ്യാപനം നൽകിയ ദുരിതങ്ങളും വേദനകളും മറക്കാൻ ശ്രമിക്കുകയാണ് പ്രവാസികൾ. ജോലി നഷ്ടമായി നാട്ടിലെത്തിച്ചേർന്നവരും മാസങ്ങളോളം ശമ്പളം ലഭിക്കാതെ കഴിഞ്ഞവരും നാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കണ്ടതാണ്. ഇത്തരം കടമ്പകൾ കടന്നെത്തി വീണ്ടും പഴയ നിലയിലേക്ക് കടക്കുമ്പോൾ ഏവരെയും നൊമ്പരത്തിലാഴ്ത്തിക്കൊണ്ട് ഒരു സംഭവം പുറത്തുവരികയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ മാസം 29-ന് തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശി ഭാരതി ദുബായിൽ കോവിഡ് ബാധിച്ച് മരിക്കുകയുണ്ടായി. എന്നാൽ കോവിഡ് എന്താണെന്നും അത് ഭൂമിയിൽ തീർക്കുന്ന വിപത്ത് എന്താണെന്നും അറിയാനുള്ള പ്രായമാകാത്ത ആ കൈക്കുഞ്ഞിനെ ഭൂമിയിൽ അവർ ഒറ്റയ്ക്കാക്കി. അങ്ങനെ അവർ ഈ ലോകത്തോട് തന്നെ യാത്ര പറഞ്ഞു. ഭാരതിക്ക് നാട്ടിൽ ഭർത്താവും മറ്റൊരു കുട്ടിയുമുണ്ട്. ജോലിക്ക് പോകാത്ത ഭർത്താവ് ഉത്തരവാദിത്തത്തിൽ നിന്നകന്ന് നടക്കുന്നതിനെ തുടർന്ന് കുടുംബം പട്ടിണിയിലായി. മക്കളുടെ വിശപ്പിന്റെ വിളി സഹിക്കാൻ വയ്യാതായപ്പോൾ ശരീരത്തിലുണ്ടായിരുന്ന പൊന്നിൻ തരികൾ വിറ്റും പലരോടും കടം വാങ്ങിച്ചും സന്ദർശക വിസയിൽ വിമാന ടിക്കറ്റും സംഘടിപ്പിച്ച് ഈ വർഷം മാർച്ചിൽ ഉപജീവനം തേടി വീണ്ടും UAE-യിലെത്തുകയായിരുന്നു. കൂടെ 10 മാസം പ്രായമുള്ള കുഞ്ഞും. വേർപാടിന്റെ വേദന മനസ്സിൽ തീക്കനലായി മാറുകയായിരുന്നു. COVID-19 ബാധിക്കുന്നതിന് മുൻപ് തന്നെ സന്ദർശക വിസ തീർന്നതിനെ തുടർന്ന് നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു അവർ. എന്നാൽ മകൻ ദേവേഷിന് PCR പരിശോധന നടത്തേണ്ടി വന്നതിനാൽ യാത്ര മുടങ്ങി ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ചു വന്നതായും കൂട്ടുകാരി ജെറീന ബീഗം ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു. കോവിഡ് ബാധിക്കുന്നതിന് കുറച്ചുനാൾ മുമ്പായിരുന്നു ഈ സംഭവം. ഉപജീവനം തേടി കൈക്കുഞ്ഞുമായി UAE-യിലെത്തിയ ഭാരതി വീട്ടുജോലിയാണ് അന്വേഷിച്ചിരുന്നത്. നേരത്തെ ദുബായിൽ ഇതേ ജോലി ചെയ്തിരുന്ന ഇവർ പിന്നീട് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. എന്നാൽ കുടുംബ പ്രശ്നങ്ങൾ മൂലം നിവൃത്തിക്ക് വഴിയടഞ്ഞപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ വീണ്ടും UAE-യിൽ തിരിച്ചെത്തി. പക്ഷേ എവിടെയും വീട്ടുജോലി ലഭിച്ചില്ല. കൂട്ടുകാരി ജെറീന ബീഗത്തിനോടൊപ്പം അവർ നൽകിയ ഭക്ഷണം കഴിച്ച് ജബൽ അലിയിലെ കുടുസുമുറിയിലായിരുന്നു മകനോടൊപ്പം താമസിച്ചിരുന്നത്. ഇതിനിടെ 1 മാസത്തെ സന്ദർശക വിസയുടെ കാലാവധി കഴിഞ്ഞപ്പോഴായിരുന്നു തിരുച്ചിറപ്പള്ളിയിലേക്ക് മടങ്ങാൻ ഭാരതി തീരുമാനിച്ചത്. PCR പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കി. എന്നാൽ 10 മാസം പ്രായമുള്ള മകൻ ദേവേഷിന് പരിശോധന ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. ജെറീനയോടും മറ്റും കടം വാങ്ങിയ പണം ഉപയോഗിച്ച് ഭാരതിയും മകനും വിമാന ടിക്കറ്റ് എടുക്കുകയായിരുന്നു. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ചെന്നപ്പോൾ കുട്ടിക്ക് കൂടി PCR പരിശോധന നിർബന്ധമാണെന്നതിനാൽ നിരാശയോടെ മടങ്ങേണ്ടി വന്നു. ഒരുപക്ഷെ അന്ന് നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇതിനുശേഷം ജെറീന തന്നെ പണം നൽകി വീണ്ടും സന്ദർശക വിസ എടുത്ത് ജോലിക്ക് ശ്രമിച്ചു വരികയാണ് ചെയ്തത്. ഇതിനിടെയാണ് കൊറോണ വൈറസ് പിടിപെടുന്നതും നിരാലംബരായ ഈ യുവതിയുടെ ജീവൻ കവർന്നതും. കഴിഞ്ഞ മാസം 29-ന് ദുബായ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഉറ്റ കൂട്ടുകാരിയുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ മതത്തിന്റെയോ ആചാരത്തിന്റെയോ അതിർവരമ്പുകൾ അങ്ങനെ അറബ് നാട്ടിലും ജെറീന ബീഗത്തിന് തടസ്സമായി നിന്നില്ല. ഭാരതിയുടെ മൃതദേഹം ജബൽ അലി ഹിന്ദു ശ്മശാനത്തിൽ ദഹിപ്പിക്കാനായി കിടത്തിയപ്പോൾ ദേവേഷിനെയും കൊണ്ടായിരുന്നു ജെറീന ബീഗവും വാസന്തിയും എത്തിച്ചേർന്നത്. പ്രിയപ്പെട്ട അമ്മയുടെ ചേതനേറ്റ ശരീരത്തിനരികിൽ നിന്നപ്പോൾ ദേവേഷിന്റെ മുഖം പ്രസന്നമായിരുന്നു. പക്ഷേ ആ മുഖത്ത് അന്ത്യചുംബനം നൽകിപ്പിച്ചതിനു ശേഷം കുഞ്ഞു ചുണ്ടുകൾ നിർത്താതെ വിതുമ്പിയതായും കണ്ണുകൾ നിറഞ്ഞതായും ജെറീന ബീഗം പറയുന്നു. രക്തത്തെ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അതെന്നാണ് ജെറീന ഇതേക്കുറിച്ച് പറയുന്നത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ നിമിഷങ്ങളായിരുന്നു അതെന്ന് പറയുകയായിരുന്നു. പിന്നീട് ദേവേഷിനെയും കൊണ്ട് താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോൾ അത് അനുഭവപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ ദേവേഷിനെ നാട്ടിലേക്ക് യാത്രയാക്കിയപ്പോൾ ജെറീനയും വാസന്തിയും കരച്ചിലടക്കാൻ പാടുപെട്ടു. അവരെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നറിയാതെ സാമൂഹിക പ്രവർത്തകർ വലയുകയായിരുന്നു.